പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേന്ദ്ര ബജറ്റും നമ്മളിലെ ആവേശം ഉത്കണ്ഠയും ഉണർത്തും. എന്തൊക്കെ സാധനങ്ങൾക്ക് വില കുറയും, വീട്ടമ്മമാരുടെ ബജറ്റ് താളം തെറ്റുമെന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ബജറ്റുമായി ബന്ധപ്പെട്ട് നമ്മളെ അലോസരപ്പെടുത്തും. കേന്ദ്ര ബജറ്റ് മറ്റന്നാൾ അവതരിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ അനവധിയാണ്. ഈ കാര്യത്തിൽ നികുതി ഘടനാ പരിഷ്കാരങ്ങൾ ഒഴിവാക്കണമെന്നതാണ് സാധാരണ നികുതിദായകരുടെ പൊതു ആവശ്യം. ന്യൂ സ്കീം പരിഷ്കാരം മാറ്റി ഹൗസിംഗ് ലോൺ, നിക്ഷേപങ്ങൾ തുടങ്ങിയ പഴയ ഇളവ് പുനഃസ്ഥാപിക്കണമെന്നാണ് നികുതി രംഗത്തെ വിദഗ്ധൻ മണി അനന്തശിവം പറയുന്നത്. അറിയപ്പെട്ട ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് അദ്ദേഹം. ദീപക് തർമ്മണം തയ്യാറാക്കിയ റിപ്പോർട്ട്. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കാനിരിക്കെ പ്രതീക്ഷകൾ ഏറെയാണ്, ചർച്ചകളും. നികുതി വിദഗ്ധർക്കിടയിലെ പ്രധാന ചർച്ച ഇക്കുറി നിർമ്മല മാജിക് എന്താണ് എന്നതാണ്. നികുതി ഘടനയിൽ മാറ്റമുണ്ടാകണമെന്നതാണ് ഇതിൽ പ്രധാനം. സമീപകാലത്തെ ന്യൂ സ്കീം പരിഷ്കാരം സാധാരണക്കാർക്ക് പ്രശ്നങ്ങൾക്കിടയാക്കി എന്നതാണ് പൊതുവിലയിരുത്തൽ. ഇത് പരിഹരിക്കപ്പെടണമെന്നതാണ് പൊതുവിലുയരുന്ന ആവശ്യം. നികുതി വിദഗ്ധൻ മണി അനന്തശിവം ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇങ്ങനെ: നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനും LIC, വീട് വയ്ക്കുന്നതിന്, പ്രോവിഡൻറ്റ് ഫണ്ട്, ഇതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ടാക്സേഷൻ സിസ്റ്റം. ഇപ്പോൾ ഒരു വീട് വെച്ച ഒരു സാധാരണക്കാരൻ, അയാൾക്ക് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ ഹൗസിംഗ് ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അയാൾക്ക് അടയ്ക്കുന്നത് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അയാൾ ആ പുതിയ റീജിയമിലേക്ക് മാറുമ്പോഴത്തേക്കും ഇന്നലെ വരെ അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ആനുകൂല്യം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതിൽ സാലറീഡ് ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അഫോർഡബിൾ ഹൗസിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഗാർഹിക മേഖല, അവർക്ക് കുറച്ചുകൂടെ ആനുകൂല്യങ്ങൾ കൂട്ടണം എന്നുള്ളത് സാധാരണക്കാരൻ്റെ ഒരു പ്രതീക്ഷയാണ്. പെട്ടെന്നൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പില്ല എന്നതുകൊണ്ട് തന്നെ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെന്ന് തീർച്ച. എന്നാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഊന്നൽ നൽകുമെന്ന് തീർച്ചയാണ്. അത് വീട് നിർമ്മാണം മുതൽ വലിയ പാലം, റോഡ്, റെയിൽ നിർമ്മാണങ്ങൾ വരെ അങ്ങനെ നീളും. ഒപ്പം നികുതി വകുപ്പിനെ പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആക്കുമെന്നും തീർച്ചയാണ്. എന്നാൽ ഓട്ടോമാറ്റിക് സന്ദേശങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിൽ ആശങ്ക പടർത്തുകയാണ് എന്നതാണ് പരാതി ഉയരുന്നത്. ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു 10 SMS അല്ലെങ്കിൽ ഒരു 3 SMS നികുതി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരികയാണ്. എന്തെങ്കിലും ചെറിയ ടെക്നിക്കൽ ഫ്ലോൾട്ട് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ മറന്നുപോയത് കൊണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഡ്യൂ ഡേറ്റ് നാളെയാണ് എന്നറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഫോറിൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ, അല്ലെങ്കിൽ ഞാനൊരു ഫോറിൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ. ഇതൊക്കെ സാധാരണക്കാർക്ക് ഒരുപാട് അലോരസം ഉണ്ടാക്കുന്നുണ്ട്. മാനസികമായിട്ടൊരു പീഡനം പോലെ തന്നെ ഇത് അനുഭവിക്കുന്നുണ്ട്. നികുതി വകുപ്പിൽ നിന്നും നികുതിദായകർക്ക് നീതിപൂർവമായ പരിഗണന വേണമെന്നതാണ് ഇവിടെ ഉയരുന്ന ആവശ്യം. ഫിനാൻഷ്യൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.